നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞുകയറി തിരൂരിനെ വിറപ്പിച്ച പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന മുമ്പും ഉത്സവങ്ങളിൽ ഇടഞ്ഞിട്ടുള്ള വില്ലൻ. 2024 കോഴിക്കോട് കൊയിലാണ്ടിയിലും 2023 കുന്നംകുളത്തും ശ്രീകുട്ടൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗം എഴുന്നള്ളിക്കുന്ന ആനകളിൽ ഉൾപ്പെടുന്ന ഗജവീരനും സോഷ്യൽ മീഡിയയിലെ താരവും കൂടിയാണ് ഈ കരിവീരൻ. മാറ് മുന്നിൽ മാറും. കഴിഞ്ഞ വർഷം ജനുവരിയിൽ കൊയിലാണ്ടി വിയ്യൂർ വിഷ്ണു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെയാണ് ശ്രീകുട്ടൻ ഇടഞ്ഞത്. പുലർച്ചെ 12 മണിയോടെ ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ രാവിലെയാണ് തളച്ചത്. പാപ്പാനെ ആക്രമിച്ച ശേഷം ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളും 4 ഇലക്ട്രിക് പോസ്റ്റുകളും തകർക്കുകയും ചെയ്തിരുന്നു. പള്ളിവേട്ട എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയായിരുന്നു സംഭവങ്ങളുണ്ടായത്. 2023 ഫെബ്രുവരിയിലാണ് ഇടഞ്ഞത്. കുന്നംകുളം കല്ലഴി പൂരത്തിനിടയിലായിരുന്നു സംഭവം. പുലർച്ചെ 1 മണിയോടെ പൂരം എഴുന്നള്ളിക്കാൻ തുടങ്ങുന്നതിനിടെ മണിക്കൂറുകളാണ് ശ്രീകുട്ടൻ ഉത്സവപ്പറമ്പിനെ ഭീതിയിലാഴ്ത്തിയത്. ആദ്യം 1-ാം പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ച ആന പാപ്പാൻ ഒഴിഞ്ഞുമാറിയതോടെ 2-ാം പാപ്പാൻ ഷൺമുഖനെ പിടികൂടി കുടഞ്ഞ് നിലത്ത് വീഴ്ത്തി. സംഭവത്തിൽ ഷൺമുഖന് ഗുരുതര പരിക്കേറ്റു. 3 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലൂടെയായിരുന്നു അന്ന് ആനയെ തളച്ചത്. നേരത്തെയുണ്ടായ 2 സംഭവങ്ങളിലും മണിക്കൂറുകളോളം സമയമെടുത്താണ് ശ്രീകുട്ടനെ തളയ്ക്കാനായത്. എന്നാൽ തിരൂരിൽ ഇടഞ്ഞയുടൻ തന്നെ ശാന്തനായി പാപ്പാന്മാർക്ക് വഴങ്ങുകയായിരുന്നു. അതിനാലാണ് ജനം തിങ്ങി നിറഞ്ഞ നേർച്ച നഗരി വലിയ ദുരന്തഭൂമിയായി മാറാതിരുന്നത്. മറ്റ് ആനകൾക്കൊപ്പം നിൽക്കുന്നതിനിടെ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞ ആന ആൾക്കൂട്ടത്തിലേക്ക് തള്ളിയെത്തുകയും തെക്കുമുറിയിൽ താമസിക്കുന്ന ഏഴൂർ സ്വദേശി പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയെ കാലിൽ പിടിച്ച് ചുഴറ്റിയെറിയുകയുമായിരുന്നു. അപകടത്തിന് പിന്നാലെ ഗുരുതരം പരിക്കേറ്റ് കോട്ടയ്ക്കലിലെ ആശുപത്രിയിലെത്തിച്ച കൃഷ്ണൻകുട്ടിയെ ബുധനാഴ്ച രാവിലെ 10:30യോടെയാണ് തിരിച്ചറിഞ്ഞത്. കൃഷ്ണൻകുട്ടിയെ ആക്രമിച്ച ആന തൊട്ടു പിന്നാലെ ശാന്തനായി മാറി. അതിനാൽ ഉടൻ ആനയെ തളയ്ക്കാൻ സാധിച്ചത് വലിയ ആശ്വാസമായി. നേർച്ചയുടെ ചരിത്രത്തിൽ ജാറം മൈതാനിയിൽ ആന ഇടയുന്നത് ആദ്യമായാണ്. അതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അപ്രതീക്ഷിത ആക്രമണത്തിന് മുന്നിലാണ് അകപ്പെട്ടത്. ആനയെ പെട്ടെന്ന് തളയ്ക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തത്തിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. യാതൊരു കുറുമ്പും പ്രകടിപ്പിക്കാതെയായിരുന്നു പിന്നീട് ആനയുടെ പെരുമാറ്റം. പാപ്പന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയ ആന ജാറം മൈതാനിയിലെ കൊടിമരത്തിൽ തളച്ചപ്പോഴും ശാന്തനായി തുടർന്നു. വൈകാതെ ലോറിയെത്തിച്ചതോടെ അനുസരണയോടെ വാഹനത്തിൽ കയറുകയുമുണ്ടായി. പൊടുന്നനെ ആന പ്രകോപിതനായതിന്റെ കാരണം എന്താണെന്ന ചോദ്യം ബാക്കിയാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മജസ്റ്റിക് ഓറിയോ കളക്ഷൻ.
ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 3000331.